ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മൾ തുടക്കം മുതൽ വന്നിട്ട് സിംഗിൾ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്, 2 പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ജുവൽ നെക്ക് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ 3 പീസ് സെറ്റും 2 പീസ് സെറ്റും സാരീസും നൈറ്റീസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് 12 കാലി കുർത്തീസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വി ആർ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ് 3 പീസ് സെറ്റാണ്. അതും മെറ്റീരിയൽസിലാണ് വരുന്നത്. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതുവരെ നമ്മൾ തുടങ്ങി ഇത്രയും നാളിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്തവരായിട്ടുണ്ട്. കാരണം അവർ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്യുന്നവരായിരിക്കും. അവരുടെയൊക്കെ എൻക്വയറി പ്രകാരമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ടും കമൻസ് ആയിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹെവി ആയിട്ട് പാർട്ടി വെയർ ആയിട്ടുള്ള, അത്രയും ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോഴേ അതിൻ്റെ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും അതിൻ്റെ ആ വർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ്, ഇത്രയും നാളും ഉള്ള നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ആ കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. അപ്പം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കളർ ചാർട്ട് ഡീറ്റെയിലിലേക്ക് പോയിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. തേർഡ് വൺ വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഫോർത്ത് വൺ വന്നിട്ട് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത്. 5 ഷെയ്ഡ്സിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ യോക്ക് ഏരിയ തൊട്ട് താഴെ വരേക്കും ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഡാമൻ ഏരിയയിൽ വന്നിട്ട് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ. ഏറ്റവും എൻഡ് പോർഷൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ടൊരു ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. ഇത് വന്നിട്ട് സാൻഡ്ലൂൺ ബോട്ടമാണ് വരുന്നത്. പ്ലെയിൻ ആയിരിക്കും. ഇതിൽ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. ദുപ്പട്ട ജോർജറ്റ് ആണ് വരുന്നത്. പാൻറ് മാത്രമാണ് നമ്മൾ എപ്പോഴും 3 പീസ് സെറ്റ് ഒക്കെ കൊണ്ടുവരുന്ന പോലെ തന്നെ പാൻറ് മാത്രം സാൻഡ്ലൂൺ ബോട്ടമാണ്. ഇതിൻ്റെ ടോപ്പും ദുപ്പട്ടയും ജോർജറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ദുപ്പട്ടയിൽ വന്നിട്ട് ഹെവി ആയിട്ട് വന്നിട്ട് ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പാണ് വരുന്നത്. ദുപ്പട്ടയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 ആണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ഈ ഒരു പോർഷനിൽ വരുന്ന പോലത്തെ വർക്ക് വന്നിട്ട് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. അതേ സെയിം വർക്കാണ് ഈ കുർത്തിയിൽ ഓൾ ഓവർ പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു ഗ്രേപ്പ് കളറാണ്. നമുക്ക് അതോടെ കണ്ടിട്ട് വന്നാലോ. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ഗ്രേപ്പ് കളറാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസും ഇല്ല. ഷെയ്ഡിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഷെയ്ഡ് മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എല്ലാം ഒരേ സെയിം പാറ്റേണും ദുപ്പട്ട ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പാൻറ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ. സെയിം തന്നെയാണ്. ആ ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഹെവിയാണ് ദുപ്പട്ടയൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാം നല്ല ഹെവിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സെക്കൻഡ് വൺ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ 3 പീസ് സെറ്റ് ആയാലും സിംഗിൾ കുർത്തീസ് ആയാലും ഒരുപാട് ഈ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ട് ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് വയലറ്റ് ഷെയ്ഡ്. നമ്മൾ നേരത്തെ കണ്ടതിട്ട് തന്നെ സെയിം ആണ് വർക്ക് കാര്യങ്ങളെല്ലാം. എല്ലാം ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എല്ലാം സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസ് വരുന്നില്ല. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെയിം തന്നെയാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് വരുന്നത്. അടിക്കുന്ന ഷെയ്ഡൊന്നുമല്ല, നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്. നമുക്ക് ഹൽദിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. വർക്ക് കാര്യങ്ങളെല്ലാം സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി, ഇതിൻ്റെ ഈ ഒരു ത്രെഡ് വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഇത് വന്നിട്ട് നിങ്ങളിപ്പം എന്താ പറയുക,
റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ 1500 എബോവ് പോകാൻ ഉള്ള ഒരു കുർത്തീസാണ്. അത്രയ്ക്കും ഹെവിയാണ്, എലഗൻറ്റുമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഒലീവ് ഗ്രീൻ വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം ദുപ്പട്ട സെയിം തന്നെയാണ്, വെറുതെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ. അപ്പം ടോട്ടൽ 5 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് കണ്ട ഈ 5 മെറ്റീരിയൽസിൻ്റെയും പ്രൈസ് വന്നിട്ട് 899 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 899 ഒന്നും നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. അത്രയ്ക്കും നിങ്ങൾ കൊടുക്കണ ഈ ക്യാഷിന് വേർത്ത് ആയിട്ടുള്ള ഹെവി ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ഇടാൻ പറ്റിയൊരു 3 പീസ് സെറ്റാണ് കേട്ടോ. ഇത് ഹെവിയാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. റെഡി ടു വെയർ 3 പീസ് സെറ്റാണ് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് വിചിത്രമാണ് വരുന്നത്. ഇത് നമ്മൾ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്നപ്പം ഒരുപാട് കസ്റ്റമർ കിട്ടാതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വീണ്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എൻക്വയറി ചെയ്ത പ്രകാരമാണ് നമ്മളിപ്പോൾ റീസ്റ്റോക്കിങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ കൊണ്ടുവന്നിരിക്കുന്ന ആ 2 ഷെയ്ഡും തന്നെയാണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ വേറൊരു മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഓൾഡ് റോസ് എന്ന് പറയും. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ലെങ്ത് 47 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്കേരിയാണ്. ഞാൻ എൻ്റെ ക്ലോസ് ഫ്രീ കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ യോക്കേരിയയിൽ കണ്ടോ, നെക്കേരിയയിൽ വന്നിട്ട് നെക്കേരിയ മുതലേക്ക് യോക്കേരിയയുടെ ഹാഫ് പോർഷൻ വരേക്കും ഫുള്ളായിട്ടും ഇങ്ങനെ ബീഡ്സ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കുർത്തി വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ബാക്ക് പോർഷനിൽ വന്നിട്ട് എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് പടി പോലെ കൊടുത്തിട്ട് ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഫാബ്രിക് വന്നിട്ട് വിചിത്ര തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ്റിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ലൂസ് പാൻറ്റാണ് വരുന്നത് കേട്ടോ. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 39 ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി. ഹെവിയാണ്. ഫുള്ള് വന്നിട്ട് ഗോൾഡൻ കളറ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഗോൾഡൻ കളർ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നല്ല വീതിയും നീളവും ഒക്കെയുള്ള അത്യാവശ്യം നല്ല വീതിയും നീളവും എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റിലും വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പാണ് വരുന്നത് കേട്ടോ. 2 സൈഡും സ്കാലപ്പാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു 3 പീസ് സെറ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് L to 3XL ആണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടത് വന്നിട്ട് ഒരു ഓൾഡ് റോസ് കളർ ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും പുതിയതായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണിക്കാം. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെയാണ്. ഫ്രണ്ട് പോർഷനിൽ പടി പോലെ കൊടുത്തിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈ ചെയ്യാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 49 ആണ് വരുന്നത്. പാൻറ്റിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം കൊടുത്തേക്കാം കേട്ടോ. ഏറ്റവും ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാം. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ കണ്ട സൈസ് വന്നിട്ട് 46 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് L to 3XL വരെയാണ് വരുന്നത്. അപ്പം 3XLകാരൊക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. നോർമലി വന്നിട്ട് നമ്മൾ M to XXL കൊണ്ടുവരാറുള്ളൂ. കാരണം അത് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ യൂണിറ്റിൽ എങ്ങനെ അവൈലബിൾ അതേപോലെയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്ത പ്രകാരമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. L to 3XL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1399 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത്രയും ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി ആയതുകൊണ്ടാണ് പ്രൈസ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇത് പ്രൈസ് കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത്രയ്ക്കും നല്ല ഒരു വേർത്തുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ്. അപ്പോൾ ഇന്ന് കണ്ട കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻസും അതുപോലെ ഈ 3 പീസ് റീസ്റ്റോക്കിംഗ് കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട് ഗൗരി ഹർഷൻ.